ചേട്ടാ ഇത് ഇപ്പൊ ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി എന്നാണ്. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, ഇതിന് കോമഡിയായിട്ട് ഉത്തരം പറയുന്നു, ജയിച്ചു കഴിഞ്ഞാൽ 15 പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപ നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോവാം. 1 കോടി തികച്ചു കിട്ടുമോ? തികച്ച് എനിക്ക് ടാക്സ് ഒക്കെ പോകുമായിരിക്കും, കുറച്ച് പൈസ ടാക്സ് പോകും. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ? ചോദ്യം നമ്മളല്ല, അത് വേറെ ടീമാണ്. അവരെ അറിയാവോ? അവരറിയാം. പിന്നെ അവരോട് സംസാരിച്ച പകുതി അവർക്ക് കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അവിടെ നിന്ന് നമ്മൾ അടുപ്പിക്കില്ല. നിങ്ങളുടെ അവരോട് ചോദ്യമായിട്ട് നമ്മൾ ബന്ധമില്ല, നമ്മൾ ഈ കോമഡിയുടെ പരിപാടിയൊക്കെയാണ് ഇങ്ങനെയുള്ള. നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനത്തെ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഡെയിലി ചെയ്തോളാം. അല്ല ഞാൻ പറഞ്ഞേട്ടാ, അതല്ല ചേട്ടാ എപ്പിസോഡിലെ ഇന്ന് പട്ടണത്തിൽ ഭൂത് ഇറങ്ങിയിട്ട് 15 വർഷമുണ്ട്. അപ്പൊ അതൊന്ന് എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇതായിരിക്കും. പറഞ്ഞോളാം. മറ്റേ ഭൂതത്തിന്റെ കേസേ. നമസ്കാരം, ജോണി ആന്റണി. നമസ്കാരം. താങ്കളുടെ സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖമായി. താങ്കളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ കുട്ടേട്ടൻ. എനിക്ക് ആപ്പാടെ നമ്മുടെ വിജയരാമൻ ചേട്ടൻ കുട്ടേട്ടൻ പുള്ളി അറിയുള്ളൂ. ഇത് 1 കോടിയിലെ കുട്ടേട്ടനാണ്. തുടങ്ങാം ചേട്ടാ. അപ്പൊ ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, പോകുന്നു. അപ്പൊ നമ്മളങ്ങോട്ട് കേട്ടാ സാറിപ്പോ വരും. സാറിപ്പോ വരും. ഓക്കെ ശരി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. 10ഓളം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു പ്രതിഭ, ഒരുപാട് താരങ്ങളെ ക്യാമറ മുന്നിലേക്ക് അഭിനയിപ്പിക്കാൻ പറഞ്ഞുകൊടുത്തയാൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു തിരുത്തൽവാദിയാകുന്നു. ഒരു നടനാകുന്നതാണ് സംവിധായകനാകുന്നതിനേക്കാളും നല്ലത്. വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പോലും ചിരിപ്പിച്ച CID മൂസയുടെ സംവിധായകനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വരികയാണ് ഇന്ന് ഈ വേദിയിലേക്ക് തമാശകൾ പറയാനും ചരിത്രത്തിൽ സ്ഥാനം നേടിയ ചില തീരുമാനങ്ങൾ എടുത്തതിന്റെ കഥകൾ പറയാനും ഒക്കെയായി ജോണി ആന്റണി. എനിക്ക് ഇത് എന്തോ എന്നെ തകർക്കാൻ വരികയെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ജോണി, സുഖമായിട്ടിരിക്കുന്നു? ആരോഗ്യമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ജോണി ആന്റണി പേടിപ്പിക്കാൻ ചോദിച്ചല്ല, ഇവിടെ വന്നപ്പോ എന്ത് തോന്നുന്നു? ഇവിടെ ഒരു യാനച്ചൂർ എന്നൊക്കെ പറഞ്ഞ ഒരു ജഗദീഷ് ചേട്ടൻ മണം ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഇവിടെ ഒന്ന് തകർത്തിട്ട് പോയതാ. എനിക്ക് പക്ഷേ സാർ, പുള്ളി എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ. അയ്യോ എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കഥാപ്രസംഗം, മിമിക്രി, മോണോ ആക്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു, നോക്കിയായിരുന്നു. എനിക്കൊരു സംഭവം അറിയോ? പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ നമ്മളൊരു ലീഗ് പോലും കളിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ പിച്ച് ഒന്ന് തന്നെ ബൗളർ മാൽക്കം മാർഷൽ. ഓക്കെ, തീർച്ചയായിട്ടും. പക്ഷേ അതേ സമയം ഒരു കാര്യമുണ്ട്, ഈ ക്രെഡിറ്റുള്ള 10 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടില്ല. അത് ദൈവാധീനം. ജോണിക്ക് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നറിയോ, ഈ അടൂർ ഗോപാലകൃഷ്ണൻ വന്ന ഒരു ഫ്ലോറിൽ ഇവിടുത്തെ കോമഡി പ്രോഗ്രാമിലാണ്, കോമഡി ഷോയിലാണ് വന്നത് അദ്ദേഹം. വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എപ്പോഴും വിട്ട് കാണുന്ന ഒരു സിനിമയുണ്ട് CID മൂസ. അതെ, തീർച്ചയായിട്ടും. ചെറിയ കാര്യമാണോ അത്? അതേപോലെ ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു സംവിധായകൻ പറയുകയാണ് ജോണി ആന്റണിയുടെ സിനിമയാണ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് തന്നെ ഞാൻ ഒരിക്കലും ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ മൂസയ്ക്ക് വിലയുണ്ടാക്കിയ ഒരു വലിയ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന സാറ്. പറഞ്ഞു ഭയങ്കര ചിരിയായിരുന്നു. കാരണം മൂസ ഇറങ്ങിയ സമയത്ത് തമാശപ്പടം, വെളുപ്പ് പടം, അതിന്റെ എഫർട്ട് നമുക്ക് അറിയുള്ളൂ. വളരെയധികം, കാരണം ഇത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മുടെ ഒരു. പക്ഷെ അടൂർ സാർ പറഞ്ഞതിന് ശേഷം മൂസയിൽ പിന്നെ ആളുകൾ മൊത്തത്തിൽ മൂസയിൽ ഒരു ജോണി ആന്റണി. അപ്പൊ ആ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ ചില സാംസ്കാരിക നായകന്മാരും അതേപോലെ ചില പ്രവർത്തകരും സിനിമാക്കാരും ഒക്കെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യായിരുന്നു, ഇടൂ ജോണി ആന്റണി ഇവിടെ CID മൂസയാണ് അടൂര് കാണുന്നതെന്ന് പറയുന്നു. ഇപ്പൊ ഒന്ന് കണ്ടോ, ഫ്ലവേഴ്സ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പലരും സന്ദേശം അയച്ചായിട്ടൊക്കെ പുരാണം. എനിക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക്. ആ സിനിമ ഞാൻ മാത്രമല്ല സാർ, അതിനകത്തുള്ള ജോണി ആന്റണി അത് കണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു തരാം, LED വേണമെന്ന് കാണിച്ചു തരാം. ജോണി ആന്റണി ഒന്ന് അഭിമാന വിജൃംഭൃതനായിക്കോളൂ. റെഡി? ഓക്കെ. ഏതെങ്കിലും 1-2 പടത്തിന്റെ പേര് പറയും കണ്ടിട്ടുള്ള. ആ പടത്തിന്റെ ആളുകൾക്ക് ഭയങ്കര ഒരു സന്തോഷം, അഭിമാനം തോന്നും. ചില പടം കണ്ടിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഈ ദിലീപിനെ പറ്റി പറയുമ്പോ ദിലീപിന്റെ പടങ്ങൾ ഇഷ്ടമാണെന്ന് ചോദിച്ചു. എനിക്ക് വളരെ ഇഷ്ടമാണ് CID മൂസ. ദിലീപിന്റെ അത്രയും അഭിനയം വരത്തുള്ളൂ എന്നാൽ ചിലർ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ദിലീപിന് ഏത് റോളും അഭിനയിക്കാൻ കഴിയും. അതിന്റെ നല്ല ഉദാഹരണമാണ് പിന്നെയും. ദിലീപ് അഭിനയിച്ച വേറെ പടങ്ങളുണ്ട്, കുഞ്ഞിക്കൂനൻ, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദിലീപിന് ഇഷ്ടപ്പെട്ടത് മൂസ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അത് 2-3 പ്രാവശ്യമൊക്കെ ഈ ചില ചാനലിലൊക്കെ അവരുടെ പരസ്യം കുറയുക, കളക്ഷൻ കുറയുന്ന സമയത്ത് CID മൂസ ഇടും.
അപ്പൊ കൂടുതൽ കളക്ഷൻ വരുമെന്നാ കൂടുതൽ കളക്ഷൻ റേറ്റിംഗ് കൂടുതൽ വരാൻ വേണ്ടി എന്താ പറയുന്നേ? അതും എനിക്ക് തോന്നുന്നു ഒരു ടെലിവിഷൻ രഹസ്യമാണ്. ജോണി ആന്റണിക്ക് സന്തോഷിക്കാം. കാരണം CD മൂസ എത്രയോ തവണ ആവർത്തിച്ച് സൂര്യ TV കാണിക്കുന്നു. അപ്പോൾ ഓരോ തവണ കാണിക്കുമ്പോഴും നല്ല റേറ്റിംഗ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ചാനലുകൾ അസൂയുടെ നോക്കി കാണും. ഞങ്ങളുടെ കയ്യിൽ CD മൂസ ഇല്ലല്ലോ. സാർ എനിക്ക് അതുപോലെ ഒരു കമന്റ് ഉണ്ട്. സാധാരണ ഞാൻ സാറെന്ന് പറഞ്ഞാൽ 100 മീറ്ററിന്റെ ഓട്ടക്കാരനാണ്. അയ്യോ ഇല്ല, ഞാൻ മാരത്തൺ പയ്യെ ഓടി അവിടെ എത്തിയാൽ മതിയില്ല 26 മൈൽ. സാർ അങ്ങനല്ല, സാറിന്റെ എനർജി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് അറിയോ, നമ്മൾ പരസ്പരം പ്രശംസിച്ച് ചളമാക്കുക എന്ന ആൾക്കാർക്ക് തോന്നണ്ട. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാ, സിനിമാ കരിയറിനിടയിൽ ഇത്രയും ഹിറ്റുകൾ മമ്മൂക്കയെ വെച്ചിട്ടുള്ള തുറുപ്പുകുലാൻ പോലെയുള്ള എത്രയോ ഹിറ്റുകൾ താങ്കൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു നടന്റെ കുപ്പായം അണിഞ്ഞ് സിനിമയിലുണ്ടായ കടം മൊത്തം തീർന്ന് സായുജ്യവാനായ ഏക സംവിധായകൻ താങ്കളാ. അല്ല സാർ, ഇപ്പൊ ആൾക്കാരുണ്ട്. അല്ലല്ല, ഇപ്പൊ വീണ്ടും കടവായി വീട് വെച്ചു. അപ്പൊ ഇവിടെ വന്നാൽ 1 കോടി. ഇവിടെ ഒരു കോടി അടിക്കും. ടാക്സ് കഴിഞ്ഞാലേ 10-65 ലക്ഷം കൈ കിട്ടും. 1.15 ഉണ്ട് എനിക്ക്. അപ്പൊ 65 പോയ പിന്നെ 50 ഉള്ളൂ. അതേ ഉള്ളൂ. ഇപ്പൊ കടം എത്രയുണ്ട്? കടവോ ഇന്ന് രൊക്കം മൊത്തം ഒരു 2 രൂപയ്ക്ക് അടുത്ത് ഇപ്പൊ കടമുണ്ട്. 2 രൂപയ്ക്ക് അടുത്ത് കടമായി. 2 രൂപയ്ക്കത്തായി. മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ ദിവസവും ഇപ്പം അഭിനയിക്കുന്നുണ്ടല്ലോ. എന്നാ അറിയോ സാർ, ഉള്ളപ്പോ ഓടണം. ഓടിയെല്ലാം നിൽക്കും. ഞാൻ ഈ പറഞ്ഞ ഡയറക്ഷൻ ആയിരുന്നപ്പോ നമ്മൾ ഈ വേൾഡ് കപ്പ് പോലൊക്കെ ആയിരുന്നു. 3-4 കൊല്ലം കൂടുമ്പോൾ അവർ പടം. അതല്ല എനിക്ക് തോന്നുന്നത് ഈ അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലല്ലോ. ഈ അഭിനയിക്കാൻ ഇറങ്ങുമ്പം അഭിനയമൊക്കെ കഴിഞ്ഞ് പോയിട്ട് ശമ്പളം വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ഇതെന്തൊരു സംവിധായകരുടെ ഒരു വിവരവും ഇല്ല. ഇവനൊക്കെ പൂനെ ഫിലിം ഷൂട്ടിൽ പോയി പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സിനിമ എടുക്കുന്നത് എന്നൊക്കെ 2 ഡയലോഗ് അടിച്ചിട്ട് സുഖമായിട്ട് പോയി വീട്ടിൽ പോയി വൈൻഡ് പിടിച്ച് കിടത്ത് ഉറങ്ങാം. അല്ല സാർ, ഞാൻ ഈ പറഞ്ഞ അതല്ല, അതിനകത്ത് കാര്യമുണ്ട്. ഞാനൊരു സംവിധായകനായതുകൊണ്ട് തന്നെ സംവിധായകന്റെ വിഷമം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം കൃത്യസമയം പാലിക്കുകയും കൃത്യമായിട്ട്, അത് ജൂനിയർ ആയാലും സീനിയർ ആയാലും ഒരു സംവിധായകനാണ് അതിന്റെ ക്യാപ്റ്റൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബിഹേവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഭയങ്കര വരുമാനം വന്ന് കേട്ടു. ഇപ്പൊ അഭിനയം കൂടാതെ സ്വർണ്ണക്കടയുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ. പരസ്യം വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ കോടീശ്വരന്. കാരണം കാശൊക്കെ കണക്കുറഞ്ഞ് ചോദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ചോദിക്കണം. നമുക്ക് അത്യാവശ്യം സിനിമയിൽ അറിയപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പരസ്യത്തിന് വിളിക്കുന്നത്. പിന്നെ സിനിമ തന്നതല്ലേ സാർ എല്ലാം. ജോണി ആന്റണിയുടെ കരിയറിലൂടെ കടന്നു പോയപ്പോഴേ, പെട്ടെന്ന് ഓടിച്ചു നോക്കിയപ്പോഴേ ആളുകളെ മുന്നോട്ട് നീക്കി നിർത്തുന്ന ജോലി വരെ ചെയ്തു. മുന്നോട്ട് നയിക്കുക ജനങ്ങളെ. അത് പണിയേതാ? കണ്ടക്ടർ, ബസ് കണ്ടക്ടർ. എനിക്കൊന്ന് ഏത് റൂട്ടിലോടുന്ന ബസ്സിലായിരുന്നു കണ്ടക്ടറായിട്ട്? ചങ്ങനാശ്ശേരി എരുമേലി, കാഞ്ഞിരപ്പള്ളി എരുമേലി 6512 നമ്പർ മറന്നിട്ടില്ല. ഒരു കൊല്ലം ഓടിയല്ലേ? ഒരു 11 മാസം. അതിനിടയ്ക്ക് പെൻസിൽ വെച്ച ആൾക്കാരെ വരച്ചോ? ഈ നമ്മൾ ഈ ബസ്സിൽ കയറുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം, വെളുത്തുടുപ്പൊക്കെ ഇട്ട് കയറി കഴിഞ്ഞാൽ ഈ കണ്ടക്ടർമാര് നീങ്ങി നിൽക്കൂ ടിക്കറ്റ് എടുത്തോ എന്നൊക്കെ നമ്മുടെ തോളിലിട്ട് വരയ്ക്കും. നമുക്കങ്ങ് വിഷമാവും. കാര്യം നമ്മൾ അരക്കി തേച്ച് ഇറങ്ങിയല്ലേ. പെൻസിൽ ഉണ്ടായിരുന്നോ? പെൻസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നേണ്ടി വന്നില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ജോലി ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ വൈകുന്നേരം ഒക്കെ ഈ പറഞ്ഞ പോലെ ടൈറ്റ് ലോഡ് ആള് കയറും. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടവരായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഫ്രണ്ട് ഡോർ എത്തണം, ടിക്കറ്റ് കൊടുത്ത്. അല്ലെ ചിലർ പൈസ തരാതെ ഇറങ്ങി പോകും. രണ്ടിടത്തും. അപ്പൊ അതുകൊണ്ട് നമ്മള് കയ്യിൽ നിന്ന് പൈസ പോയാലും കുഴപ്പമില്ല, ആത്മാർത്ഥത എല്ലാവർക്കും. ടിക്കറ്റ് കൊടുത്ത് എങ്ങനെയും. പക്ഷെ നമ്മൾ വൈകുന്നേരം ശമ്പളം ഇതുമായിട്ട് എണ്ണി നോക്കുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും. കാരണം പലരും പൈസ തന്നിട്ടില്ല, ടിക്കറ്റ് മേടിച്ചോണ്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി കൊടുത്തതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പണി ആത്മാർത്ഥോട്ട് ചെയ്തോ കണ്ടക്ടറുടെ പണി? തീർച്ചയായിട്ടും. ഡ്രൈവിംഗ് അറിയാമോ? എന്തോ? അല്ല, ബസ് ഓടിക്കാൻ ഡ്രൈവർ ഇല്ല എന്നൊരു വണ്ടി എടുക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. എന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ഈ ക്ലീനർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് എന്താണോ മറ്റൊരാളുടെ ബസ്സല്ലേ ഓടിക്കാഞ്ഞതാ. സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമകൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലരെ പറഞ്ഞില്ലേ, നമുക്ക് ഒരു സിനിമ എനിക്ക് നന്മയുള്ള ഹീറോയുടെ പക്ഷത്തായിരുന്നു ഞാനൊന്നും. അതുകൊണ്ട് സിനിമ കണ്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബാത്സല്യത്തിലെ മമ്മൂക്ക എന്നൊക്കെ പറയുന്ന പോലുള്ള നല്ല മനുഷ്യനായിട്ട്. അതിനിടയ്ക്ക് വണ്ടിയുടെ സ്റ്റീരിയോ ആരടിച്ചോണ്ട് പോയായിരുന്നു? അത് ആരടിച്ചോണ്ട് പോയി? അതൊരു കള്ളൻ. അതായത് നമ്മളെ ഈ വിസ എന്ന് പറഞ്ഞ പടം, ലാലേട്ടന്റെ വിസ, ബാലുവിന്റെ സംവിധാനം, 81 ഇറങ്ങിയ പടം. ഞാൻ 89 ആണ് ബസ്സിൽ പോകുന്നത്. 89 അവസാനം എരുമല്ലി ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കുറെ ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട് തിയേറ്റർ, CIF എന്ന് പറഞ്ഞ തിയേറ്റർ. അപ്പൊ അവിടെ ഈ പടം വീണ്ടും 3rd റണ്ണോ 4th റണ്ണോ എങ്ങാണ്ട് വന്നേക്കാം. അപ്പൊ പോയി കാണാം. അപ്പൊ ഈ ക്ലീനർക്കും എന്നോടുള്ള ഒരു ഡ്രൈവറുണ്ട്, സ്വാമിയ. അപ്പൊ ആ പുള്ളിക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ സൗകര്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോയി വിസ കാണാം. എന്നിട്ട് അങ്ങനെ വിസ കാണുന്നത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് സ്റ്റീരിയോ കാണുന്നില്ല. അന്ന് സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. മുതലോളി പറഞ്ഞ പുള്ളിയുടെ ആദ്യത്തെ ദിവസം ഭയങ്കര പരവേശം ഉണ്ടായിരുന്നു. കാരണം ജോയ്മോൻ ഇത് കാണുന്നുണ്ടാവും. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ബസ്സായതുകൊണ്ടും ഒരു ബസ് എടുത്ത് എന്തോ പരാജയം സംഭവിച്ചിട്ടുള്ളതുകൊണ്ടും പുള്ളിക്ക് തൊട്ടൊക്കെ കിടുകിടുപ്പാ. അപ്പൊ എന്നെ തന്നെ വിട്ടേക്കുന്ന ഇവനൊരു സത്യസന്ധനായ ഒരു മനുഷ്യനാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ. അപ്പോഴാണ് സ്റ്റീരിയോ പോയേക്കുന്നത്. അപ്പൊ നമ്മള് ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇന്നപോലെ ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്തോണ്ട് പോയതാണെങ്കിൽ സിനിമ പോയ കാര്യം പറഞ്ഞില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പണ്ട് വണ്ടി ഇട്ടോടുന്ന നല്ലത് ഈ വണ്ടി ഇട്ടേക്കുക. വണ്ടി ഇടുമ്പോൾ ഒരു ടക്ക് സൗണ്ട് എല്ലാം കേട്ട് ആരാണ്ടൊക്കെ വിളിക്കും. ഞാൻ മാത്രം എഴുന്നേക്കുന്നില്ല.
ഞാൻ വൈകിട്ട് ക്ഷീണത്തിനൊന്നും കിടന്നു നല്ല ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. വണ്ടിക്കകത്ത് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഈ ക്ലീനറും കണ്ടക്ടറും കൂടെ തട്ടി വിളിക്കുക. വന്നിരിക്കുന്ന പോലീസാണ് അന്വേഷണത്തിന് വന്നേക്കുക രാത്രി. അങ്ങനെ അവസാനം SI വന്നു വിളിച്ചു, വെള്ളം ഒഴിക്കണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു പോലീസുകാരന്റെ ഹ്യൂമർ. ഈ സബ് ഇൻസ്പെക്ടർ എന്നോട് ചോദിക്കുക, ഈ കണക്കിന് താൻ ചേസ് അടിച്ചോണ്ട് പോയാൽ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. ഓക്കെ, താങ്കളുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ഒരു പ്രസംഗം കൊച്ചി തേവര കോളേജിൽ നടത്തിയെന്ന് പറഞ്ഞു. മാത്രമല്ല വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഇംഗ്ലീഷിൽ പ്രസംഗം വെച്ച് കാച്ചിന്ന് കേട്ടു. അത് ഏത് സാഹചര്യത്തിലാണ് അത്രമൊരു ആക്രമണം നടത്താൻ തീരുമാനിച്ചത്? തേവര കോളേജിൽ ഇംഗ്ലീഷ് അക്കാഡമിയുടെ പരിപാടി പ്രോഗ്രാമിന് ഇംഗ്ലീഷ് അക്കാഡമിയുടെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ? ഇംഗ്ലീഷ് അക്കാഡമി വിദ്യാഭ്യാസത്തോടെ വരിക. ഞാൻ പ്രിഡിഗ്രിക്ക് വന്ന എന്റെ ഇംഗ്ലീഷ് മാത്രമേ പോയുള്ളൂ. ആകെ പോയിട്ടുള്ളൂ. അവിടെ തന്നെ ഇംഗ്ലീഷ് അക്കാഡമി. അപ്പൊ ഞാൻ അങ്ങനെ ചെല്ലുന്നു. ആദ്യം തന്നെ എന്നെ ഈ പരിപാടിയിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവറോട് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് അത് പഠിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ഒട്ടു വെച്ചതുമല്ല, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, സ്റ്റുഡൻസ്, യു മസ്റ്റ് ഹാവ് ഹെർഡ് ഓഫ് എബ്രഹാം ലിങ്കൺ. Yes, I must have heard of Abraham Lincoln. Okay. Abraham Lincoln is famous president of USA who put an end to slavery and brought freedom to millions of slaves. എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രേ അറിയുള്ളൂ. അത്രേ അറിയൂ. 10ാം ക്ലാസ്സിലെ പാഠമാണ്. സാറൊക്കെ പഠിച്ച എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ഓഫ് അമേരിക്ക എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ 10ാം ക്ലാസ്സിലെ പാഠത്തിന് 10ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നന്നായി പഠിക്കണം കേട്ടോ, ഇല്ല നീ കുടുംബം നോക്കേണ്ടതാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്ത് 10ാം ക്ലാസ്സിൽ ഒന്ന് കാര്യമായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് PS മാത്യു സാർ പഠിപ്പിച്ച ആ പാഠം മാത്രമാണ്. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഓഡിയൻസ് ഞെട്ടിയോ? ഭയങ്കര കൈയടി. പിന്നെ എന്താ വെച്ചാൽ എല്ലാം ഒരു നമ്മുടെ ആ ഒരു ഈ കഥകൾ പറഞ്ഞപ്പോ എനിക്ക് അത് യൂട്യൂബിലുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കിട്ടിയിട്ടുണ്ടോ? എന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പരിപാടി? ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ ആണ്. ദൈവമേ, ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ ഞാനോ? ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വൈഫ് നിങ്ങളെ ഇംഗ്ലീഷ് അസോസിയേഷനോ? മൂത്ത മോള് പറഞ്ഞു, അപ്പം പൊക്കോ, അപ്പന് പറ്റും, പൊക്കോ. ഇളയ മോള് പറഞ്ഞു, അപ്പം ധൈര്യമായിട്ട് അങ്ങോട്ട് പോകും, എന്താ കുഴപ്പം? എത്രയോ മണ്ടന്മാർ പോയി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിന്നാണോ ഒപ്പനെ? പക്ഷേ ഒരു ഇംഗ്ലീഷ് അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് വന്നിട്ട് മലയാളം സംസാരിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാം. Dignitaries on the dais, teachers and my dear students. Dear students, Abraham Lincoln is famous president of USA who put an end to slavery and brought freedom to millions of slaves. ഇത്ര എന്നെ കൊണ്ട് പറ്റൂ. അത് സൂപ്പറായി. എന്തായാലും അവർ ഞെട്ടിപ്പോയി കാണും. ഡിയർ സ്റ്റുഡൻസ് ഉണ്ട് അല്ല എന്നൊക്കെ പറയില്ലേ, ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, സ്റ്റുഡൻസ്, പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ തകർക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെയാ കളി. ഇനിയിപ്പോ എങ്ങും പോയി ഇംഗ്ലീഷ് പ്രസംഗിക്കാനുള്ള ഐഡിയ ഉണ്ടോ? സാറിനറിയോ, അത് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഞാൻ എപ്പോഴും ഓർക്കും, ഇംഗ്ലീഷോടെ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു ഹിന്ദി പടമെങ്കിലും ഞാൻ ചെയ്തേനെ. ഞാൻ ഈ CID മൂസ ഹിന്ദിയിലൊക്കെ എടുക്കാൻ ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ എടുക്കാൻ? ഹിന്ദി അറിയാമോ? ഇല്ല, ഭാഷ അറിയില്ല എന്നുള്ള ഒരു പേടിയും അതിലെ ഒരു അപകർഷതാബോധമാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വളർന്നു പോയാൽ ചിലപ്പോൾ ഞെട്ടിപ്പോയനെ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ജോണി ആന്റണിയുടെ അച്ഛന്റെ 52ാമത്തെ വയസ്സിൽ ജനിച്ച മകനാണ് അല്ലേ? അതെ. കുറച്ച് ലേറ്റായോ? പിന്നെ തീർച്ചയായിട്ടും 52. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞേ ഒരു ഗുണം കിട്ടിയത് ഒരുപാട് സ്നേഹം കിട്ടി. അപ്പനും അമ്മയുടെയും ഇളയ മകൻ, എൻ്റെ നേരെ മൂത്ത പെങ്ങൾ 11 വയസ്സ്, അതിന് മൂത്ത പെങ്ങൾ 14 വയസ്സ്, ചേട്ടൻ 15 വയസ്സ്. അപ്പൊ ഇവരും എന്നെ ഒരു മകനെ പോലെയാണ്. ഇവരെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പെങ്ങന്മാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 4 പേര്, 2 ആണും 2 പെണ്ണും. അവരിൽ സിനിമയിൽ വന്ന വേറെ ആരും ഇല്ലല്ലോ? വേറെ ആരുമില്ല. അല്ല, ഈ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാല് ഇവരെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഈ മീൻ വറുത്തൊക്കെ ഉണ്ട് അവരുടെ മക്കൾക്ക് കൊടുക്കാതെ എനിക്ക് തരുമായിരുന്നു. അപ്പൊ സ്നേഹം കൂടുതൽ കിട്ടിയോണ്ട് തന്നെ എനിക്ക് ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ പെട്ടെന്ന് സങ്കടപ്പെടുത്തുകയും ചെയ്യും. വൈകി വന്ന പിറവിയാണെങ്കിലും നമ്മൾ റെക്കോർഡ് ഇട്ടു. അല്ലേ? തീർച്ചയായിട്ടും. കുറെ കാലം ഈ സിനിമാ മോഹമായിട്ട് നടന്നു ജോണി ആന്റണി അല്ലേ? ചെന്നൈയിലെ പൈപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെള്ളത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാ? വെള്ളം വെച്ചാൽ ക്ലോറിൻ വാട്ടർ ഉണ്ടാവും. ക്ലോറിൻ കൂടുതലാണോ? ക്ലോറിൻ ഉണ്ടാവും. അല്ലേ, ഈ ഞാൻ പറയുന്നത് അത്യാവശ്യം ഒരു കണ്ടക്ടർ പണിയൊക്കെ ഉള്ളപ്പോഴാണല്ലോ
ചെന്നൈക്ക് വണ്ടി കയറിയത്? കണ്ടക്ടർ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ നാട്ടിലുള്ള ജോക്കുട്ടൻ എന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സിനിമയിൽ എത്തിക്കാം, നിനക്ക് സിനിമ ടേസ്റ്റ് ഉണ്ട്, നിനക്ക് പറ്റും. അദ്ദേഹത്തിന്റെ കണ്ടത്തിലാണ് ഞാൻ. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്നത്. കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇടത്താവളമാണിത്. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ പലവരുടെ ചാൻസ് ചോദിച്ച് നടക്കുന്നു. അപ്പോൾ ഒരുപാട് അറിയാലോ സിനിമ. അതെ അതെ, തീർച്ചയായിട്ടും. മദ്രാശിയിൽ തുടങ്ങിയതാണ് സാർ എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റിയത്. ഓക്കെ, മാത്രമല്ല ജോണി ആന്റണി എന്റെ ദൃഷ്ടിയിൽ ഒരു ചരിത്ര പുരുഷനാ. രജനീകാന്തും ബെസ്റ്റ് കണ്ടക്ടർ ആയിരുന്നു. പിന്നെ തീർച്ചയായും അദ്ദേഹമാണ് പിന്നീട് സൗത്ത് ഇന്ത്യയിൽ അടക്കി വേണം നടന്നത്. കണ്ടക്ടറായിട്ട് പോകുമ്പോഴും അടക്കി വാഴൂ, അടക്കി വാഴുന്നതിന് ഒരുവിധം ഉടക്കി വാഴുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഈ CD മൂസ, അപ്പൊ ഈ മൂലംകുഴിയിൽ സഹദേവന്റെ കഥ അല്ലേ, ഇതിന്റെ പേരിട്ടത് ആരാണ്? CD മൂസ എന്നുള്ള പേര് ശരിക്കും നമ്മൾ പണ്ട് മുതലേ ദിലീപും നമ്മളുള്ള ചർച്ചയിൽ കണ്ണാടി വിശ്വനാഥിന്റെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് CD മൂസ എന്ന് പറഞ്ഞൊരു വീരസാഹസികനായ ഒരു കുറ്റാന്വേഷകനുണ്ട്. അതിനകത്താണ് ഈ ടമാർ പടാർ വെടികൊണ്ടാണല്ലോ വരുന്നത്, മാറിക്കളയാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പേര് നമുക്ക് എവിടെയെങ്കിലും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറേനയുടെ കഥ പറഞ്ഞപ്പോൾ ദിലീപാണ് പറയുന്നത് നമുക്ക് CD മൂസ ആ പേരങ്ങ് എടുത്താലോ. അതിനൊരു എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ ഉദയൻ സിബിയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് മൂലംകുഴിയിൽ സഹദേവൻ എന്നൊരു ഫുൾ ഫോം അല്ലേ. അങ്ങനെയാണ് മൂസായും കൂടെ വന്ന് മൂസ. കരുനാപ്പള്ളി ഏരിയയിൽ പണ്ട് പ്രശസ്തനായ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, മൂസ എന്ന പേരിൽ. അദ്ദേഹത്തിന്റെ ആത്മകഥയൊക്കെ ജനകീയം എന്നുള്ള വാരിക ഒരു കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. വളരെ പണ്ടാണ്. ഈ ഒരു സിനിമാക്കാരനാകണം എന്ന് ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ആഗ്രഹിച്ചു. അഥവാ സിനിമാക്കാരനായില്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയേനെ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഒരു ജോലി ഇതാണ്. അതെനിക്ക് എന്തുകൊണ്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ ഞാൻ എത്തപ്പെട്ടത് കൊണ്ടാണ്. തിരിച്ച് വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആത്മാർത്ഥത്തോടെ പണിയെടുക്കുമായിരിക്കും നമ്മുടെ കടമകൾ നിർവഹിക്കാൻ വേണ്ടി. ഇത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. തീർച്ചയായും പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഒരു പള്ളിയിലച്ഛനാകാനായിരുന്നു താല്പര്യം. പള്ളിയിലച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മയുടെ ഞങ്ങളെ അച്ഛനായിരുന്നു. ഈ അച്ഛൻ പെട്ടെന്ന് പഠിക്കാനോ പോയോ? ഇല്ല, പോയില്ല. അച്ഛന്മാരുടെ ബഹുമാനമായിരുന്നു. ബഹുമാനം ഈ അച്ഛന്മാർക്ക് കുട്ടിക്കാലത്ത് കിട്ടുന്ന ഒരു, നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം, ബഹുമാനം, പിന്നെ അവർക്ക് കിട്ടുന്ന ഭക്ഷണം, ഇതൊക്കെ കാണുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണല്ലോ. ഇപ്പൊ കുറെ സിനിമയിൽ അച്ഛനായല്ലോ. രണ്ട് സിനിമയിലായിരുന്നു. പക്ഷെ ഒരു പള്ളിയിലച്ഛൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ശിക്കാരിശംപോലെ ആ അച്ഛൻ എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു അച്ഛന്റെ? വികൃതിയുള്ള അച്ഛൻ അവതരിപ്പിക്കാനാണോ ഒരു മനുഷ്യൻ വിളിക്കുന്നുണ്ട്? ജോണി ചേട്ടാ, പള്ളിയിലച്ഛന്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടേട്ടന്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നു. എന്താണ്? ഒരു പള്ളിയിലച്ഛൻ താങ്കളുടെ വിവാഹം മുടക്കിയിട്ടുണ്ടല്ലോ. ഞാനത് അറിഞ്ഞതേ ഈ ജോണി ആന്റണി ഒരുപാട് പെണ്ണ് കാണാൻ പോയി. അതായത് ഒരു 3 മാസം ഈ പെണ്ണ് കാണുന്ന സീസൺ പോലെ കുറെ അങ്ങ് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഒരു പെണ്ണും പക്ഷേ കാണിച്ചില്ല. ഇത് ഞാൻ പറയുന്നുണ്ടല്ലേ, പറയാത്ത ഒരുപാട് പേരും ഒരുപാട് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് സാറ്, എനിക്കറിയാം സാർ പിന്നെ പ്രൊഫസറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെണ്ണ് കിട്ടിക്കാണും. എവിടെ? പക്ഷേ സിനിമാ പ്രവർത്തകർക്ക് പെണ്ണ് കിട്ടാൻ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെയാണെന്ന് തന്നെയാണ്, വലിയ പാടാണ്. അന്ന് വലിയ അല്ല, എനിക്കൊന്ന് ജോണി കള്ളം കഴിച്ചത് സിനിമക്കാരനായതിനു ശേഷം അസോസിയേറ്റ് വലിയ പാടാണ്. കാരണം അസോസിയേറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അപ്പന്മാർക്കൊന്നും ഒരു പിടിയില്ല. ഇവർക്ക് ആ പാടെ അറിയാവുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുള്ളൂ, പിന്നെ ഡയറക്ടറെ ചിലപ്പോൾ, പിന്നെ റെപ്രസെന്റേറ്റീവ്. അപ്പൊ എങ്ങനെ പെണ്ണ് കിട്ടാൻ? ഏകദേശം എത്ര പെണ്ണ് കണ്ടു? ഞാൻ 19ാമത്തെ പെണ്ണാണ് ഞാൻ കല്യാണം കഴിച്ച ഷൈനി. ഒരു ദിവസം എത്ര പെണ്ണൊക്കെ കണ്ടു? ആവറേജ് 2-3 ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കഥയായിട്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ പോലെ 3ാമത്തെ പെണ്ണ് കണ്ടപ്പോൾ 2ാമത്തെ പെണ്ണിന്റെ അപ്പൻ ആ 3ാമത്തെ പെണ്ണിനെ കണ്ടോണ്ടിരിക്കുന്ന വീട്ടിലോട്ട് കയറി വന്നു. അപ്പൊ അവിടെ അയാൾ പറഞ്ഞേക്കുന്നത് എന്റെ വീട്ടിൽ വന്നായിരുന്നു ഒരു പയ്യൻ എന്ന് പറഞ്ഞിട്ട് കയറി വന്ന് കാണുന്നത് തന്നെയാണ്. 3ാമത്തെ പെണ്ണ് കാണാതിരിക്കുന്നിടത്ത് 2ാമത്തെ പെണ്ണിന്റെ അപ്പൻ അവിടെ കയറി വന്നു. അവിടെ വന്നാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടാ വരുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരുത്തം അവിടെ ഒരുത്തം വന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് എന്റെ മുഖത്തോട്ടിരുന്നു. ജഗദീഷ് ശ്രീകുമാർ അമ്പളിച്ചേട്ടന് പോലും എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ രീതി പുള്ളി എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ അവിടെ ഇറങ്ങിപ്പോ ഒരു കമന്റോടുണ്ട്, ഈ പെണ്ണ് ഞങ്ങൾ ഒരു തരത്തിൽ അവിടുന്ന് ബ്രോക്കറെ വിളിച്ചോണ്ട് ഇറങ്ങുമ്പോ ഈ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കുന്ന വീരന്മാരെ, പക്ഷെ പെണ്ണ് കാണൽ തൊഴിലാക്കിയവന്മാരെ ആദ്യമായിട്ടാ കാണുന്നെന്ന് പറഞ്ഞ് പോയല്ലേ. അപ്പൊ അവിടെയും മിക്കവാറും പ്രശ്നമായി പോയനല്ലോ. അല്ല, ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ഞാൻ പിന്നീട് ആ പ്രദേശത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ഞാൻ ആ കാര്യം പറയുകയും ചെയ്തു. അല്ല ജോണിക്ക് നമ്മൾ ഈ ചില വീടുകളിലൊക്കെ തന്നെ ഈ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാലേ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കാനുള്ളൊരു സാവകാശം തരുമല്ലോ. അങ്ങനെ ഒരു സ്പേസ് ഈ 19ാമത്തെ പെണ്ണ് തന്നിരുന്നു. എല്ലാ പെണ്ണുങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ആയിരിക്കും, പക്ഷെ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ലതല്ലേ. ചിലപ്പോൾ ഇയാളുടെ പോയ നാളെ സിനിമ ഷൂട്ടിംഗ് കാണാം ഒക്കെ, ചിലപ്പോൾ സന്തോഷമായിരിക്കും. പക്ഷെ അപ്പനും അമ്മയും അവരുടെ ഭാവി നോക്കും. ഈ സിനിമ എന്നൊക്കെ വിശ്വസിച്ച് എങ്ങനെ കൊടുക്കും, ഇവൻ നാളെ ഒന്നും ആയില്ലെങ്കിലും എന്നൊക്കെ പറയുമല്ലോ. അതിപ്പോ സ്വഭാവമായിട്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്ല, ഇവര് ഈ സിനിമാക്കാരൻ മര്യാദക്കാരനാണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിംഗ് ഉണ്ടോ പിതാവിന്റെ? അതുണ്ടാവും. അത് ചിലപ്പോൾ നാട്ടിൽ വന്ന് അന്വേഷിക്കുമായിരിക്കുമല്ലോ. അതിപ്പം ഒരുവിധം ഉറപ്പീരൊക്കെ കഴിയുമ്പോഴേ അന്വേഷണം തുടങ്ങുള്ളൂ. ഉറപ്പീരിന് മുമ്പേ ഉള്ളൂ.
ഇത് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കാതെ അങ്ങ് പോകും. അല്ല, എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാലേ, ജോണി നമ്മുടെ കുട്ടേട്ടന് മറുപടി പറഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ പറയാം അതിലേക്ക്. അതായത് ഈ 10, 17, 18 പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ സംഭവം നടക്കാതെ വരുമ്പോഴേ നമ്മുടെ ഒരു ആത്മവിശ്വാസം ഇടിയുമല്ലോ. സാർ, ആത്മവിശ്വാസം ഇടിയെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളൂ. കാരണം പെങ്ങന്മാരും ചേട്ടനോ കല്യാണം കഴിച്ചു പോയി, അപ്പം മരിച്ചു. അപ്പം അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ഈ പെങ്ങന്മാരൊക്കെ വരുമ്പോൾ പറയും, അവൻ എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് വിഷമാവും. ഇവർ എവിടെയെങ്കിലും കണ്ടുകിട്ടി ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ബ്രോക്കർ ഉണ്ടായിരുന്നു. കുട്ടപ്പൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ഒരുപാട് നടന്നിട്ടുള്ള, കുട്ടപ്പൻ ഇന്നുണ്ടോ ഇല്ലയോ പിന്നെ കണ്ടിട്ടില്ല, ഒരുപാട് നടന്നിട്ടുള്ള. അപ്പോൾ ഇപ്പൊ ഈ നമ്മുടെ കുട്ടേട്ടൻ ചോദിച്ചൊരു ചോദ്യം അത് തന്നെയാണ്. ഒരു കല്യാണം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി കണ്ടു, ആ പെൺകുട്ടിക്ക് ഇഷ്ടമായി, എനിക്കിഷ്ടമായി, അവരടുത്ത ആഴ്ച അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം വന്നു. എന്റെ ചേട്ടന് സർക്കാർ ജോലിയാണ്, പുള്ളി ലീവ് എടുക്കുന്നു, ചേട്ടത്തി ലീവ് എടുക്കുന്നു, പെങ്ങന്മാരെല്ലാം എന്റെ വീട്ടിൽ വരുന്നു. കാരണം പെണ്ണിന്റെ കൂട്ടർ ഇങ്ങോട്ട് വരികയാണ്. ഉച്ചയ്ക്ക് ഊണാ അവർ ചെയ്യുന്നത്. ഊണൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. 2:30, 3 വരുന്നില്ല. കുട്ടപ്പൻ മാത്രം ദൂരെ നിന്ന്, എന്റെ വീട് റോഡ് സൈഡിൽ ദൂരെ നിന്ന് വരുന്ന ബ്രോക്കർ. കുട്ടപ്പൻ വന്നിട്ട് പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടായി. എന്താ കുട്ടപ്പ? അതായത് ഈ കല്യാണം അവർ പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവരും. അപ്പൊ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കുറേ ആങ്ങളമാരുണ്ട്. അതിൽ മൂത്തതൊരു അച്ഛനാ. അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞിട്ട് പറയാ, ഇത് നമുക്ക് വേണോ? അപ്പൊ ചോദിച്ചാൽ എന്താ, ഒരു അന്ധകാരമാണല്ലോ ഞാൻ കാണുന്നത്. അങ്ങനെ കല്യാണം മുടങ്ങി. എന്റെ കാലക്കേട് ഞാനിപ്പോ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിത് ഷൈനിയോട്, എന്റെ വൈഫിനോട് പറഞ്ഞു, ഇടീ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അന്ധകാരമാണ്. അന്ധകാരം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ സംവിധാനമൊക്കെ ചെയ്ത് ഗ്യാപ്പ് വരുമ്പോ അച്ഛൻ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അഭിനയത്തിന്റെ ഒക്കെ ട്രാൻസിഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവക്കെ വെളിച്ചമാണെന്ന് തോന്നുന്നു വെളിച്ചം വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും 10-22 കൊല്ലമായില്ലേ, വെളിച്ചമായിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അല്ല, ഈ ഭാര്യയ്ക്ക് ഏതാ ഇഷ്ടം, സംവിധായകനാണോ അതോ ഈ നടനാണോ? അവക്ക് ഇത്രയേ ഉള്ളൂ, എന്തായാലും കുഴപ്പമില്ല. അവളും കുട്ടികളുടെ പഠനം, അവരുടെ കാര്യങ്ങള്, നമ്മുടെ കടമകൾ, ചേട്ടൻ്റെ പെങ്ങന്മാർ, അവരുടെയൊക്കെ നമ്മൾ കടമകൾ നിർവഹിച്ചു പോകുന്ന നല്ലൊരു ഭർത്താവ്, നല്ലൊരു അച്ഛൻ, നല്ലൊരു സഹോദരൻ, നല്ലൊരു അളിയൻ, അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഭർത്താവ് അങ്ങനെ വിരാജിച്ച് നടക്കുന്ന കാണാനാ ഇഷ്ടം. എവിടെയായാലും നമ്മൾ സേഫ് ആയാൽ മതി. പുള്ളിക്ക് എന്താ പണി? നമുക്കൊന്നുമില്ല, വീട്ടിൽ പറഞ്ഞ പോലെ അത്യാവശ്യം ഞാനില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഇലക്ട്രിസിറ്റി ബോർഡ്. പക്ഷേ ഭാര്യയ്ക്ക് മിക്കവാറും സന്തോഷമാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, ജോണി നല്ല ഫസ്റ്റ് ക്ലാസ് കുക്കാന്ന് കേട്ടു. പക്ഷെ എന്നെ കൊണ്ട് വീട്ടിൽ വെപ്പിക്കില്ല. അതെന്നാ പരിപാടിയാ? അതെന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനെങ്ങാനും വെച്ച് അവിടെ മാർക്കറ്റ് പിടിച്ചാൽ ചിലപ്പം. അപ്പൊ ഇനി ബാക്ക് ടു കുട്ടേട്ടാ, വൺസ് മോർ. ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എന്തു ഭക്ഷണമാണെങ്കിലും അതിന്റെ കൂടെ തേങ്ങാ ചമ്മന്തി നിർബന്ധമാണ്. പിന്നെ താങ്കൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി ഉണ്ടാക്കാൻ അറിയാവുന്നത് മാങ്ങയും തേങ്ങയും അരച്ച മീൻ കറി, ശരിയല്ലേ? അതെ, അതായത് ഞാൻ ഈ തേങ്ങാ ചമ്മന്തി ഇപ്പം ചില വീട്ടിൽ ചെല്ലുമ്പോ അപ്പവും മുട്ട റോസ്റ്റും തരും. അപ്പൊ ഞാൻ പറയും, ഇച്ചിരി തേങ്ങ ചമ്മന്തി, ഇച്ചിരി ചാറിയ മന്തി. പരക്കെ കഴിക്കാൻ നടക്കുന്ന ആളാണോ? അല്ല, എനിക്ക് ഞാനും കൊടുക്കാറുണ്ട് സാർ. ഞാൻ ഭയങ്കര എന്റെ വീട്ടിൽ വന്ന് ഒരുപാട് പേര് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പോയി കഴിക്കണ്ടേ? അപ്പൊ ഇത് എനിക്കിഷ്ടമാണ്. അപ്പൊ പലരും എന്നോട് അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുട്ട റോസ്റ്റിനോട് ഇപ്പം ചമ്മന്തി ആക്കിയിട്ട്. അതുപോലെ പൂരി മസാല കിട്ടുമല്ലോ, പൂരിയും കിഴങ്ങും, അതിന്റെ കൂടെ ഞാൻ പറയും ഇച്ചിരി ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിക്കട്ടില്ലേ സാറ്? പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലേ, അതിനൊരു പൂർണ്ണത വരുള്ളൂ. പിന്നെ ഈ മാങ്ങ ഇട്ടുള്ള കറി, നമ്മുടെ കോഴിക്കോടൊക്കെ കിട്ടുന്ന മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് അയല ഒക്കെ ചേർത്ത് വെച്ചാൽ നല്ലതാണ്. അയല നല്ലതാണ്, ആഗോലി നല്ലതാണ്. അത് നന്നായിട്ട് ഞാൻ വെക്കാറുണ്ട്. ഈ ജോണിയെ കുറിച്ച് വേറൊരു കഥ ഞാൻ കേട്ടത്, ഈ തത്ത കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചീട്ടെടുത്തിട്ടുള്ളത് ജോണിയാണ്. നല്ല ഒന്നാം തരം ചീട്ട് കളിക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഒരു പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പ്രദേശത്ത് അത്യാവശ്യം എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ ചീട്ടുകളി ഒരു വിനോദമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ചീട്ടുകളി പഠിച്ച മദ്രാസിലേക്ക് പോയ സമയത്ത് ഞാൻ ജീവിക്കാൻ വേണ്ടി ചീട്ട് കളിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ രാജേട്ടനോടൊക്കെ. കണ്ണൂർ രാജനും സംഗീത സംവിധായകൻ. അതെ അതെ, നമ്മുടെ ശരത്തിന്റെ അമ്മായിച്ചനാണെന്നുള്ള ഓർക്കുക. അതെ അതെ, അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി വൈകുന്നേരം ഒരു കളിയുണ്ടോ, അപ്പൊ എന്നെ ചിലപ്പോൾ 10-20 രൂപ കാണുകയുള്ളൂ. 10 രൂപയുടെ കളിയല്ലേ 20 രൂപയുടെ കളിയാ. അപ്പൊ ഞാൻ ചെല്ലുന്ന കാണുമ്പോൾ ഇവർ പറയും 10 ആക്കാം, പയ്യനോടെ കളിക്കുമല്ലോ എന്ന് പറയും. ഞാൻ ഔട്ട് റേറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഔട്ട് റേറ്റ് പിന്നെ ഔട്ട് റേറ്റ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ രാജേട്ടന്റെ വിധം മാറും. റബ്ബർ തോട്ടത്തിലൊക്കെ ഇരുന്ന് കളിച്ചവന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് കോട്ടയമല്ലേ, ബാബുടെ ചങ്ങനാശ്ശേരി അന്നൊക്കെ പറഞ്ഞ കമന്റ് ഞാൻ ആലോചിക്കുക, അതൊക്കെ ഒരു അദ്ദേഹത്തെ പോലൊക്കെ ഒരാളോട് ചീട്ട് കളിക്കാൻ പറ്റുക ചെറിയ കാര്യമല്ല. അല്ല ജോണി ആന്റണി, ഈ ചീട്ടടിയുള്ള ഒരു പ്രേമവും പ്രണയവും കൊണ്ടാണോ ഈ മമ്മൂക്കയുടെ സിനിമയ്ക്ക് തുറുപ്പുകുലാൻ എന്ന് പേരിട്ടത്? തുറുപ്പുകുലാൻ എന്നുള്ള പേര് ആ സിനിമ ചീട്ടുകളി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ട്രംപ് കാർഡാണല്ലോ, തുറുപ്പുകുലാനാണ്. ഹീറോയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല പേരാ. നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ പണ്ടിട്ട പേരാ തുറുപ്പുകുലാൻ. പിന്നീട് എനിക്കിട്ടു, പക്ഷേ എനിക്ക് അദ്ദേഹത്തോടൊന്നും ചോദിക്കാൻ പറ്റിയെന്നുള്ള കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. ചോദിക്കേണ്ടായിരുന്നു, തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷേ അന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അത്ര ഒരു അങ്ങനത്തെ ഒരു സമയത്താണ് തമ്പി സാറ് ക്ഷമിച്ച് ഈയിടെ കണ്ടിരുന്നു. അല്ല, എപ്പോഴെങ്കിലും ഒന്ന് കണ്ട് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ജോണി ആന്റണി കുട്ടിക്കാലത്ത് സിനിമയെ കണ്ടു നടക്കുമ്പോൾ അന്നത്തെ ഇഷ്ട നടൻ ആരായിരുന്നു? എനിക്ക് ആദ്യം സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നസീർ സാറായിരുന്നു എനിക്ക് ഏറ്റവും. ആണോ?
നസീർ സാറിന്റെ, കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ പടങ്ങളും കാണുക എന്ന് പറയില്ലേ, പുള്ളിയെ ഭയങ്കര ഇഷ്ടം. കാരണം എല്ലാം ചെയ്യുന്ന നന്മയുടെ കഥാപാത്രങ്ങളാണല്ലോ. ഒരു നല്ല ചേട്ടൻ, നല്ലൊരു ദത്തുപുത്രൻ. ഈ നസീർ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ്, കുറെ സിനിമ കണ്ടു കാണുമല്ലോ അല്ലേ, ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഓർമ്മിച്ചാലോ? ഡയലോഗ്സിൽ കൂടുതൽ എനിക്ക് തോന്നി ഡയലോഗ് പരിപാടികൾ കൂടുതൽ മനസ്സിലേക്കും മനുഷ്യനിലേക്കും വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ജയൻ കാലഘട്ടം കഴിഞ്ഞു. സുകുമാരൻ മുതലാണ് ഡയലോഗും ബാക്കിയുള്ള മണ്ടിപ്പണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗ് കൂടി വന്ന്. ഇപ്പൊ ചെമ്മീൻ തകഴി അതിന്റെ സിനിമയിൽ പോലും കറുത്തമ്മ പോയാൽ അല്ലെ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡയലോഗിന് തീവ്രത വന്നത് ഐ.വി. സാർ, ഇപ്പൊ ഷെറീഫ് സാറ്, ദാമോദരൻ മാഷ്, അങ്ങനെയുള്ള കാലഘട്ടം പോലെയാണ് ഓർത്തിരിക്കുന്ന ഡയലോഗ് വന്നത്. അതിനുശേഷമുള്ള ഒരു വിധപ്പെട്ട ഡയലോഗൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ താങ്കള് ഇങ്ങനെ പ്രേംനസീറിനെ ആരാധിച്ച് നടക്കുന്നുണ്ടല്ലേ, കൈയും കാര്യം ഒന്ന് വലിച്ച് ജയനായിരുന്നു താങ്കളുടെ ആരാധനാ പാത്രം. തീർച്ചയായിട്ടും. അല്ലെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജയനെ പോലെ ആകണം. തീർച്ചയായിട്ടും. എന്തായിരുന്നു ജയനിൽ താങ്കൾ കണ്ട ഒരു മനസ്സിന് സുഖം തോന്നുന്ന കാര്യം? അത് നല്ല ഹീറോ അല്ലേ സാർ, നല്ല ഫൈറ്റ്, അത് ഡൂപ്പില്ലാതെ ചെയ്യുന്നെന്ന് കേൾക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര വയസ്സുള്ളപ്പോഴാണ് ഇത് ജയൻ പ്രണയം വന്നത്? 80 നവംബർ 16 തോന്നുന്നു. അല്ല, ജയൻ സാർ മരിച്ചത്. അപ്പൊ ഞാൻ 5ലാ പഠിക്കുന്നത്. 5ൽ പഠിക്കുന്നത് ജയന്റെ ഡയലോഗ് അനുസരിച്ചാണ്. എനിക്ക് ചെറുപ്പകാലം പോലെ വീട്ടിൽ ഇപ്പോഴത്തെ മിമിക്രിക്കാർ കാണിക്കുന്ന വലിച്ചു നീട്ടുമായിരുന്നു. ഇല്ല, അങ്ങനെ ഞാന് എനിക്ക് മനുഷ്യമൃഗത്തിലൊരു ഡയലോഗ് ഉണ്ട്. അതിനകത്ത് നെക്ലസ് പുള്ളി മോട്ടിക്കുന്നുണ്ട്. ഈ നെക്ലസ് മോട്ടിച്ച് കഴിഞ്ഞിട്ട് ജനുവേട്ടൻ കൂടെ നിൽക്കുന്ന ആളാ. അപ്പൊ ജനുവേട്ടൻ പറയും, ബാബു, അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ ഈ നെക്ലസ് മോഷ്ടിക്കാൻ നിന്നെ പോലെ ഒരാൾക്കേ കഴിയൂ. ഉടനെ ജയൻ സാറ്, എന്നെ പോലെ ഒരാൾക്ക് കഴിയില്ല, എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. പിന്നെ ഈ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ദാമോദരൻ മാഷ് വരുന്ന അങ്ങാടിയിൽ ഇംഗ്ലീഷ് ഡയലോഗ്. അതെ 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 അതെ. We are not beggars. We are coolies. One more time you call beggars. I will pull out your bloody tongue. ഓക്കെ. അല്ല, ഈ ജയൻ പ്രേമം ഇപ്പൊ ജോണി ആന്റണി അഭിനയിക്കുമ്പോഴെങ്ങാനും ശരീരത്തിൽ കയറുമോ? ഇല്ല, അഭിനയം അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അല്ലല്ലോ ഇന്ന്. കയറുകയല്ല. എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ജയൻ സാർ മരിച്ചില്ലായിരുന്നെങ്കിൽ മലയാള സിനിമ അദ്ദേഹത്തോടൊപ്പം കുറെ സഞ്ചരിച്ചേനും, കുറെ കാലം പോയനും. പിന്നെ അദ്ദേഹവും തിരുത്തിയേനും. അദ്ദേഹത്തിന്റെ നല്ല വളരെ സെറ്റിലായിട്ട് അഭിനയിച്ച പടങ്ങളുണ്ട്. ഇപ്പൊ അഭിനയം പോലുള്ള പടങ്ങളുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും അദ്ദേഹം പടക്കം പാട്ടൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അത്രയും ഒത്തിട്ടുള്ള വേറൊരു ആർട്ടിസ്റ്റ് കാണത്തില്ല. ഒത്ത ഒരാളായിരുന്നു. ഓക്കെ, അത് നല്ല കാര്യം. ഈ തമിഴ്നാട്ടില്, ചെന്നൈയില്, അന്നത്തെ മദ്രാസ്, കോടമ്പാക്കത്തേക്ക് ചേക്കേറിയപ്പോഴേ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? പിന്നെ ബുദ്ധിമുട്ട് ഞാൻ ജോക്കിട്ടുന്ന ആൾ എന്നെ കൊണ്ടുപോയി അദ്ദേഹം ഒരു 300 രൂപയൊക്കെ തന്നിട്ട് പോകും. പുള്ളി സിംഗപ്പൂർ പോകും. പിന്നെ വരുന്ന ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് അന്നും ഇന്നും ഈ സാമ്പത്തിക അച്ചടക്കം വെച്ചിട്ട് കുറവാണ്. എനിക്ക് കുറവാണ്. പൈസ കിട്ടിയാൽ നല്ല ഫുഡൊക്കെ കഴിച്ച് 2 ദിവസം കൊണ്ട് ഞാൻ തീർക്കും. പിന്നെ നമ്മള് പടമൊക്കെ കാണും, സിനിമകൾ കാണും. അന്നൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്താ രേണു സാറിന്റെ മറ്റേ അതിശയപ്പിറവി, അങ്ങനെയുള്ള കുറെ പടങ്ങളൊക്കെ, ചിന്നത്തമ്പി, ദളപതി, ഇതൊക്കെ ആ കാലഘട്ടത്തിലാ. അങ്ങ് പട്ടണി കാണുന്നാലും കുഴപ്പമില്ല, ദളപതി കാണാൻ പോകുമല്ലോ. സിനിമ കാണും. അപ്പം നമ്മള് ബുദ്ധിമുട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബുദ്ധിമുട്ടി ഈ സിനിമയുടെ വില അറിഞ്ഞത് ഞാൻ ചെന്നൈ ചെന്നപ്പോഴാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആയവരും ആകാത്തവരും ഈ പറഞ്ഞ പോലെ വാണവരും വീണവരും എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടിയെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ കറങ്ങുണ്ടോ, അത് രേണു ഞാൻ തരുന്നു. അല്ലെങ്കിൽ അവർ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ അവിടെ കമലഹാസൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ.വി. സാറാണ് ഇപ്പൊ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ജോർജ് സാർ ആ കോളനിയില്ല, ഡയറക്ടേഴ്സ് കോളനി, അവിടെ എ.വി. സാറുണ്ട്, തൊട്ടപ്പുറത്ത് ശശികുമാർ സാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അത്ഭുതം. അപ്പൊ ശശികുമാർ സാറിനെ ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ പുള്ളി ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ച് സാധാരണ മനുഷ്യനെ പോലെ നടന്നു പോകുന്നു. ഇതാണ് ശശികുമാർ സാർ. നമ്മൾ കണ്ട എത്ര സിനിമകൾ. ഈ താങ്കള് തമിഴ്നാട്ടില് ഇപ്പൊ കോടമ്പാക്കത്തൊക്കെ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സിനിമകളിലൊക്കെ തന്നെ ലൊക്കേഷൻ കാണാൻ പോകുന്നു, സിനിമ ഷൂട്ടിംഗ് കാണാൻ പോകുന്നു. അപ്പൊ അവിടെ കയറി അഭിനയിക്കുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാൻ മദ്രാസിലല്ലേ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷം ചില സ്ഥലങ്ങളിൽ നമുക്ക് ആളുകളെ കിട്ടാതെ വരുമ്പോൾ, ഇപ്പൊ ഞാനൊരു ഉദയവര സുൽത്താൻ പറഞ്ഞ സിനിമ ജോസ് തോമസിന്റെ ജോസേട്ടന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുന്നത് പളനി പോലത്തെ ഒരു സ്ഥലത്താണ്. സുധീഷിന് 2-3 കൂട്ടുകാർ വേണം. അപ്പം നമ്മുടെ ഒരു മലയാളത്തിലുള്ള ആരെയും കാണുന്നില്ല. അപ്പൊ പെട്ടെന്ന് വൈകുന്നേരം ജോസേട്ടൻ ഷൂട്ടിന് വന്നു. എവിടെ കൂട്ടുകാരിവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. എവിടെ? ഞാനിത് ഉദയൻ റൈറ്ററാ, ഞങ്ങൾ 2 വേണം. അപ്പം ജോസേട്ടൻ, നിങ്ങളോ? ഞാൻ വേറെ വഴിയില്ല, വേണം എടുത്തോണം, വേറെ ആളില്ല. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് അവശ്യ സർവീസ് വണ്ടി കിടപ്പുണ്ട്, എപ്പോ വേണമെങ്കിലും ഓടിക്കാം. എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടോ? ഒരുവിധപ്പെട്ട എനിക്ക് വന്നു എനിക്ക് മിസ്സായ പടങ്ങളുണ്ട്. ശാപമോക്ഷം, ഈ പൂട്ടാത്ത പൂട്ടുകൾ, അതൊക്കെ മിസ്സായ പടമാണ്. പക്ഷെ എനിക്ക് ശരപഞ്ചരം, അങ്ങനെ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇതായി ഇവിടെ വരെ ശരപഞ്ചരമൊക്കെ ആവശ്യം കൊണ്ട് കാണും അല്ലേ? പിന്നെ ശരപഞ്ചരം എനിക്ക് തോന്നുന്നു ജയൻ സാറിന് അങ്ങനത്തെ വില്ലൻ ഒരു പരിപാടിയോട് എനിക്ക് അങ്ങനെ എനിക്കിഷ്ടം മനുഷ്യവർഗം,
ലവ് ഇൻസ്റ്റൊക്കെ പോകും. അങ്ങാടി. അങ്ങാടി ഭയങ്കരമായിരുന്നു. ഈ താങ്കൾ ഇതുപോലെ ഈ ആവശ്യ സർവീസായിട്ട് കുറെ സിനിമകൾ അഭിനയിക്കേണ്ടി വന്നു? ഞാൻ അഭിനയിച്ചു. ഞാൻ പറക്കന്തളികയിൽ ഒരു നാടോടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറക്കന്തളിയിൽ അത് ഏത് സാഹചര്യത്തിൽ അഭിനയിക്കേണ്ടി വന്നത്? അത് നാടോടിയായിട്ട് ഒരാൾ വേണം. അനീഫ് ഇടിക്കുമ്പോ മേരെ അന്നേരം അസിസ്റ്റന്റ് ആണോ അസോസിയേറ്റ് നിൽക്കുക? അപ്പൊ പെട്ടെന്നില്ല, വൈകുന്നേരം ആ സീൻ എടുത്ത് തീർക്കണം. അപ്പം ആളില്ല. അപ്പൊ ജോണി ചെയ്യത് എന്ന് പറഞ്ഞാൽ സാലുവേട്ടന്റെ ക്യാമറമാൻ. സാലുവേട്ടൻ ഈ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതൊക്കെ. എന്റെ മൂസയുടെ ക്യാമറമാൻ, പറക്കന്തളിയുടെ ക്യാമറമാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞാ ചേട്ടൻ പറഞ്ഞു ചെയ് ജോണി, ദിലീപ് ചെയ്യടാ. അങ്ങനെ നമ്മൾ കയറി ചെയ്യും. കോമ്പിനേഷൻ. ഇതിന് എക്സ്ട്രാ ചില്ലറ കിട്ടുമായിരുന്നോ? ഒന്നുമില്ല. ആവശ്യ സർവീസ് ആവശ്യമായിട്ട്. ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ടേ, കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ മറ്റുള്ളവരെ ചൂടാക്കിയായിട്ട് നമ്മൾ അഭിനയിക്കുന്ന മോശമാൻ പാടില്ലല്ലോ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ പക്ഷേ അപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഈ കുറെ സിനിമകൾ സംവിധാനം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു നടനായി മാറുമെന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഈ നമ്മളിപ്പോ വളരെ തിരക്ക് പിടിച്ചൊരു തിരക്ക് പിടിച്ചെന്ന് മീൻസ് ഇത്രയധികം സിനിമകൾ ചെയ്തല്ലോ. 10 പടം ചെയ്തത് ചെറിയ കാര്യമല്ല. അതിൽ മിക്ക പടങ്ങളും സൂപ്പർ ഹിറ്റായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളിൽ നിന്ന് നടനായപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും കിട്ടുന്നത്? കാരവൻ കിട്ടും. ഇതിന് സുഖമല്ല, നമ്മൾ എന്നും സിനിമയിലുണ്ട്. അതാണ് മെയിനായിട്ടൊരു കാര്യം. നമ്മൾ എന്നും സിനിമയിലുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടാം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ന സമയത്ത് ഫീസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആദ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ മോളെ ഇപ്പോൾ രാജഗിരിയിൽ സ്കൂളിൽ വിടാൻ എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നത് എനിക്കൊരു സ്ഥിരം വരുമാനം ഉള്ളത് കൊണ്ടാണ്. സംവിധാനം പറ്റുന്നതല്ല സാർ, ഗ്യാപ്പായി പോകും. നമുക്ക് ബാധ്യതകൾ വരും. പിന്നെ ഈ കടമൊക്കെ എന്നും നിലനിൽക്കും. ഇപ്പൊ ഇന്ന് അങ്ങനെയല്ല, നടനാകുമ്പോൾ ആവശ്യമില്ല. ഇന്ന് സാർ ഇന്നിപ്പോ ഒരു പടം ഹിറ്റാണ്. ഇപ്പൊ ഞാൻ 4 പടം ഹിറ്റ് കണ്ടിന്യൂസ് ചെയ്ത ഒരാളെ ഞാൻ. എനിക്ക് ഇന്നത്തെ റേറ്റിംഗ് ആണ് ഒരു 2 കോടി രൂപ 1-2 കോടി രൂപ ശമ്പളം മേടിക്കാം. ഇന്നൊരു കൂട്ടുന്നില്ലേ നമ്മള്? അന്നത്തെ കാലത്ത് അതില്ലല്ലോ. അന്നത്തെ കാലത്ത് ഒരു പടം ഹിറ്റായ പിന്നെ കൂട്ടു എങ്ങനെ? സംവിധായകൻ ഒരു വാല്യൂ ആയില്ലേ അയാൾക്ക്. ഇത് കച്ചവടം. ഇപ്പം ഒരു നിങ്ങളെ പോലുള്ള ചാനലുകാരാലും സിനിമ എടുക്കുന്ന അടുത്ത ഹിറ്റ് പടത്തിന്റെ സംവിധാനം. എനിക്ക് അതല്ല എന്റെ സംശയം എന്താ അറിയോ, അതായത് നമ്മളെ വിറ്റ് കാശാക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ സാർ. അതുമില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പം അത് ഇപ്പം സാറിന് പ്രൊവൈഡേഴ്സ് ആണല്ലോ അങ്ങനെ. എന്തുകൊണ്ട് ഇപ്പൊ ഈ പ്രോഗ്രാമിന് പരസ്യം കിട്ടുന്നു? സാർ ചെയ്യുന്ന പ്രോഗ്രാം നല്ലതായതുകൊണ്ടല്ലേ? അതെ. അല്ല ജോണി ആന്റണി നന്നായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചോന്ന് ഞാൻ ചോദിക്കുക. അങ്ങനല്ല, ഞാൻ ന്യായമായിട്ടൊരു വലിയ ഭീകരമായ ഒരിക്കലും എന്നെ നോ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഞാൻ ചോദിക്കാറില്ല. ഇല്ല, നമുക്ക് താങ്ങാവുന്ന ഒരു എമൗണ്ട് എങ്ങനെ മനസ്സിലാക്കും? നമുക്കറിയാലോ സാർ. അറിയാം, ഏകദേശം മാർക്കറ്റ് അറിയാം. 10-33 കൊല്ലം. അപ്പൊ ഇനിയിപ്പോ നമ്മള് താങ്കളുടെ പട്ടണത്തിൽ ഭൂതം അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഷാൻ റഹ്മാനാണ്. ഷാൻ ഇപ്പോ ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ മാത്രമല്ല അദ്ദേഹം ആ പടം എനിക്കൊന്ന് ആ പടം കിട്ടിയപ്പോ എത്ര വർഷമായി? ഇന്ന് 15 വർഷമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ പടമായിരുന്നു. അതുകൊണ്ട് ആ സന്തോഷം താങ്കളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹലോ ഷാൻ റഹ്മാൻ, നമസ്കാരം. നമസ്കാരം അല്ലേ? ഇപ്പൊ ജോണി ആന്റണി പറയായിരുന്നു കേട്ടോ. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഇന്ന് ഇവിടെ ഒരു ഭൂതം ഉണ്ടായിരുന്നു. സാറല്ല കേട്ടോ, വേറെ ഭൂതത്തിന്റെ കാര്യം. ഇത് രണ്ടാമത്തെ ഭൂതം. ഇതാ മെയിൻ ഭൂതത്താൻ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു നോലെ ഭൂതത്തിന്റെ കാര്യവും ഷാന്റെ ഫസ്റ്റ് പടമായിരുന്നല്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഷാന്റെ ഫസ്റ്റ് പടമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു പുത്തഞ്ചേരിയായിട്ടുള്ള നമ്മുടെ കമ്പോസിങ്ങും അല്ലെ ഗിരീഷ്? അയ്യോ, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. കാരണം ആലുവ പാലസിൽ വെച്ചായിരുന്നു ഈ പടത്തിന്റെ കമ്പോസിംഗ് ഒക്കെ നടന്നത്. പിന്നെ ഒരു റൂമില് ഗിരീഷ് ചേട്ടൻ, ഒരു റൂമില് ഞാൻ, ഇടയ്ക്ക് വരുന്ന ജോണി ചേട്ടൻ. എന്നിട്ട് ജോണി ചേട്ടൻ വന്നിട്ട് ചോദിക്കും എന്തായി എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിപ്പം വളരെ എളുപ്പമാണ് ഒരാളോട് പറയാൻ അടുത്ത സിനിമയിൽ ഞാൻ ചാൻസ് തരാം എന്നുള്ളത്. അത് വളരെ എളുപ്പമാണ്. അത് ഞാൻ അങ്ങനെ പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ജോണി ചേട്ടൻ എന്ന് പറയുന്നത് വിനീതിന്റെ ആദ്യത്തെ പടം ഡയറക്ട് ചെയ്ത ആളാണ്. എന്റെയും ആദ്യത്തെ പടം തന്ന ഒരാളാണ്. അതെനിക്ക് വിനീത് ആദ്യ പടം അല്ലേ? അപ്പം ട്രെയിലർ മ്യൂസിക് വളരെ മനോഹരമായിരുന്നു. അപ്പൊ ഞാനന്ന് പറഞ്ഞു അടുത്ത ഒരു പടം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം. വാക്ക് പാലിച്ചു. താങ്ക് യു ഷാൻ റഹ്മാൻ. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ സന്തോഷം അദ്ദേഹം പങ്കിടട്ടെ അല്ലേ? ജോണി ആന്റണി പടത്തിലൊക്കെ പോയി തിരക്ക് പിടിച്ചതിന് ശേഷം ആളെങ്ങനെ മാറി? ഫിഗർ മാറിയോ? ഇല്ല, ഞാൻ ഇച്ചിരി നടനായതുകൊണ്ട് തന്നെ ഇച്ചിരി ശ്രദ്ധിക്കാറുണ്ട്. ഗ്ലാമർ ഒക്കെ നിലനിർത്താൻ എന്തൊക്കെയാ ചെയ്യാന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാറുണ്ട്. വെള്ളം ഞാൻ പച്ചവെള്ളം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ശരീര നോട്ടക്കാരനൊന്നും അല്ല ഞാൻ. സംവിധായകൻ ആയിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നടനായിരിക്കുമ്പോഴുണ്ട് ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാനൊരു കാര്യം എനിക്ക് മനസ്സമാധാനം കൊണ്ടാണ്. മനസ്സമാധാനം കൊണ്ടാണ് എനിക്ക് മനസ്സിലായി. കടമൊക്കെ തീർന്നു.
അല്ലേ? ഞാൻ പറഞ്ഞില്ല സാർ, കടമൊക്കെ ഉണ്ടാവും. കടം എനിക്ക് തോന്നുന്നു ചിലവരുടെ ജാതകത്തിൽ ഇതൊക്കെ പിന്തുടരും. ഞാനിപ്പോ കടം തീർന്നപ്പോ ഒരു വീട് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഒരു വീട് വെച്ചപ്പോഴും സ്വാഭാവികം കടമായി. പിന്നെ സാർ കോടീശ്വരനല്ലേ, ഇവിടുന്ന് പോകുമ്പോ നല്ല സൂപ്പർ ആയിരിക്കും. കാശ് എങ്ങനെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നന്നായി. എനിക്കും നമ്മള് സൂപ്പർ സ്റ്റാറായി നിൽക്കാൻ ശ്രമിച്ച് മെയിൻ നടനായാൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ പരാജയം കുറിക്കും. നമ്മൾ സൈഡിൽ കൂടെ പോകുന്ന കഥാപാത്രമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അറിയാവുന്ന തൊഴിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യനെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് പിന്നെ സിനിമയും കൂടെ ആകുമ്പോൾ സിനിമ എന്ത് രസമാണ് സാർ. അല്ല, ആകെ കൂടെ ഓർക്കുമ്പോൾ ഒരു ജില്ലാണ് അല്ലേ? എന്താ കുട്ടിയേട്ടാ പറഞ്ഞോ. ജോണി ചേട്ടാ, താങ്കൾ കുട്ടിക്കാലത്ത് കോടീശ്വരനാകാൻ വേണ്ടി കള്ളക്കെടുത്ത് നടത്താൻ ഗോവയിലേക്ക് നാടുവിട്ടിരുന്നു. എന്നിട്ട് ആ നാടുവിടൽ പകുതിക്ക് വെച്ച് അവസാനിച്ചു. അങ്ങനെ ഒരു ആലോചന വന്നോ കോടീശ്വരനാകാൻ? അപ്പൊ ഇവിടെ വരുന്ന മാത്രമല്ല കോടീശ്വരനാവാൻ തീരുമാനിച്ചത്? അല്ലല്ല, കോടീശ്വരനാകാനുള്ളതല്ല. ഞങ്ങൾ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് PDC, ഒരാള് സെക്കൻഡ് PDC, ഒരാള് 10th. ഏത് കോളേജിലായിരുന്നു? NS കോളേജ്, ചങ്ങനാശ്ശേരി. ഓക്കെ. അപ്പോ ചെറിയ ഒരു വഴക്ക്, ഒരു അടിച്ചു, മാർക്ക് എന്താ പറഞ്ഞിട്ട്. അപ്പം ഒരു ഭയങ്കര സംഘടന, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാടാ, നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ ഞാനെന്റെ ഉദ്ദേശം, ഇപ്പൊ ഒരാൾ പറയുന്നു എന്നാ ഇച്ചിരി പൈസ കയ്യിലുണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, ഒരു വാച്ച് ഉണ്ട്, അതൊക്കെ എടുക്കാം. അപ്പം എൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ കോട്ടയത്തെങ്ങാനും പോയി 2-3 സിനിമയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണം കഴിച്ച് തിരിച്ച് വരാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ രണ്ടും കൽപ്പിച്ച. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങോട്ട് പോകണമെന്നൊരു ആലോചന നടക്കുന്നു. അപ്പം നമ്മൾ ഈ അറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് സിനിമയാണല്ലോ മനസ്സിൽ. ഞാൻ പറഞ്ഞു എവിടെ പോയാലും ബീച്ച് ഉള്ളിടത്തോട്ടായിരിക്കണം. എന്താ കാര്യം? കാരണം അന്നത്തെ സിനിമകൾ ഇവിടെ കള്ളക്കടത്ത് പെട്ട് കൈമാറുന്നു, ഇതൊക്കെ വരുന്നത്. എന്നിട്ട് അത് അറിയുന്നു. അപ്പോൾ പിന്നെ കോടീശ്വരനായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്നു. ഓർമ്മയുണ്ടോ പഴയ അച്ചു എന്നൊക്കെ പറഞ്ഞ ലാലേട്ടൊക്കെ? അപ്പൊ ഇതാ മനസ്സിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 2-3 പേര് അങ്ങനെ ഒരു ദിവസം പുറപ്പെട്ടു പോവുക. പാലക്കാട് വഴിയാ പോകാൻ തീരുമാനിക്കും. അങ്ങനെ പാലക്കാട് ചെല്ലുന്നു, ഒരു സിനിമ കണ്ടു, ക്യാഷ് തീർന്നു, പിന്നെ ഈ കാൽക്കുലേറ്ററും വാച്ചും വിൽക്കണം. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ അന്ന് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാർ വന്ന് നമ്മളെ വരട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലായി നമ്മുടെ സ്കൂളിൽ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോഴേ പോലീസുകാരൻ ചൂരിലുകൊണ്ട് നമ്മളെ അടിക്കുന്നതും എന്താടാ പുസ്തകമൊക്കെ. അപ്പം മനസ്സിലായി. ഞാൻ പിന്നെ ഉള്ള കാര്യം മുഴുവൻ പറഞ്ഞു, ഇന്നപോലെ ഞങ്ങൾ പുറപ്പെട്ട് വന്നതാണ്, ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് പൊക്കോളാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, രാവിലെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് നമ്മൾ ഈ ദേശാടനക്കിളി കരയാറിലൊക്കെ കണ്ടിട്ട് പള്ളിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാത്രി. കാരണം ഈ അച്ഛന്മാരൊക്കെ ചെന്ന് ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടും, കിടന്നുറങ്ങി രാവിലെ ശരി മക്കളെ ഇനി അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് വിടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പാലക്കാടൊന്നും പക്ഷേ ഈ ചങ്ങനാശ്ശേരി പോലൊന്നും അല്ല, എന്നും കുർബാനയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ക്രിസ്ത്യൻസ് കുറഞ്ഞ. പിറ്റേ ദിവസം രാവിലെ ശരി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോലീസുകാരൊക്കെ തല്ലിക്കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അവിടെ. നമ്മൾ അവിടെ ഇങ്ങനെ പുറകെ വെയിറ്റ് ചെയ്ത് കുരിശടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്താ, ഞാൻ കാര്യം പറഞ്ഞു ചേട്ടാ, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഒരു കാൽക്കുലേറ്റർ മതി, ഇത് വെച്ചിട്ട് ചേട്ടൻ ഇച്ചിരി പൈസ തന്നെ ഞങ്ങളങ്ങ് തിരിച്ച് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ ഇദ്ദേഹം ഞങ്ങളെയും കൊണ്ട് നടന്ന് ഒരു പാലക്കാട് കുറച്ച് നടക്കണം. അവിടെ ചെന്ന് പുള്ളിയുടെ മൂത്ത മോനെ വിളിച്ചു, ഇവർക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു ഒരു 200. അപ്പോൾ പെട്ടെന്ന് ഒരാൾ 250 എന്നൊക്കെ പറഞ്ഞ് 250 രൂപ. പുള്ളി നമ്മുടെ അഡ്രസ്സ് മേടിക്കുന്നു, നമ്മളങ്ങനെ ഇത് മേടിക്കുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങി വിശന്നിട്ടേ ഒരു വെയിറ്ററിയും കടയിൽ കയറി കുറേ പൂരി കഴിക്കുന്നു. KK എക്സ്പ്രസ്സിന് കയറി കോട്ടയത്ത് ഇറങ്ങുന്നു. വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ് മുഴുവൻ കുടുംബത്തിലെ ആളുകളുണ്ട്. പത്രത്തിൽ കൊടുക്കണോ അതോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്ത് വലിയ സംഭവമാണിത്. അതെ. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പുറപ്പെട്ടു പോയിട്ട് കുറേ ആൾക്കാർ. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയ വീട്ടിൽ വല്ലതും പറഞ്ഞു? എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. പക്ഷേ വേറുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരുടെ ലൈഫിൽ വലിയ ടേണിംഗ് പോയിന്റ് ആയി. അതിലൊരാൾ പിന്നീട് ഇമ്മീഡിയറ്റ് തന്നെ അദ്ദേഹത്തെ വേറെ മദ്രാസിലേക്ക് പറിച്ചു നടുകയും അദ്ദേഹം ലേവളായി പോലുള്ള കോളേജിൽ പഠിക്കുകയും ഇന്ന് വലിയ ടെക്സാസ് പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി പ്രൊഫസറാണ്. ഈ ജോണി ആന്റണി ഇപ്പോൾ CID മൂസ എന്നൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള സിനിമയാണല്ലോ ഇപ്പോഴും അന്നും ഇന്നും ഈ സിനിമ. ഇതിന്റെ 2ാം പാർട്ട് കൊണ്ടുവരും എന്ന് ആലോചിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഇപ്പൊ 2ാം പാർട്ട് ആലോചിച്ചോ? 2ാം പാർട്ട് ആലോചിച്ചു. ഇത് നമ്മളെ എന്താ സംഭവം എന്ന് ചോദിച്ചാലേ, നമ്മൾ ഈ ഉദയൻ സിബി ഒന്ന് ചേർന്നായിരുന്നു ആ സിനിമ എഴുതിയത്. അപ്പൊ അവരിപ്പോ രണ്ട് മാത്രമായി. അപ്പൊ അവര് ഒന്നിക്കണം. അവരെന്തുവാ 2 വഴിക്ക് ഇപ്പൊ ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല ജോണി ആന്റണി വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഒരാൾ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു, ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടും റൈറ്ററിന്റെ കയ്യിലാണല്ലോ റൈറ്റ്സ്. അപ്പൊ ഉണ്ട്. പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു ആവശ്യമായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ. അപ്പൊ ഇന്ന് ഇപ്പൊ ഉദയൻ സിബി അവർ 2 ഇപ്പൊ ഞാൻ അഭിനയത്തിന് തിരക്കുമായിട്ട് പോകുന്നു. ഇതൊന്നും മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി അങ്ങ് നടക്കും. അതിനൊരു സാഹചര്യം എനിക്കിപ്പോൾ ഇല്ല. കാരണം അങ്ങനെ നടക്കാൻ പോയാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഞാൻ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം എനിക്ക് അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ എന്തൊക്കെ നഷ്ടം വന്നാലും മൂസ നല്ല രസകരമായ
ഒരു സ്ക്രിപ്റ്റായി മാറുകയും ഒത്തൊരുമിച്ച് ആ പഴയ പോലെ നിന്ന് ചെയ്യാൻ പറ്റിയാൽ. പക്ഷെ അത് ആ സിനിമയുടെ CD മൂസ നമ്മൾ ആലോചിക്കുമ്പോഴേ അതിൽ ജഗദീഷ് ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ അനീബ, ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പകരം വയ്ക്കാനില്ലാത്ത കുറച്ച് ആർട്ടിസ്റ്റ്. അപ്പം അവരില്ലാതെ താങ്കൾ രണ്ടാം പാർട്ട് കൊണ്ടുവരേണ്ടി വരും. പിന്നെ അതുപോലെ മുരളി. അല്ല, നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു രണ്ടാമത്തെ ഇപ്പം നമ്മളൊരു ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമകളിലും ഒരിക്കലും ആദ്യത്തെ ഭാഗത്തിൽ താരങ്ങൾ പിന്നീട് വേണമെന്ന് നിർബന്ധം വന്നിട്ടില്ല. ഇത് മൂസയും ഡോഗും ഉണ്ടെങ്കിൽ രണ്ടാം ഭാഗത്ത് അവരുടെ അത്യാവശ്യം ഇത് രണ്ടും മാറാൻ പറ്റും. കാരണം ലോതറിന്റെ കൂടെ ഡെവിൾ എന്ന് പറഞ്ഞ പോലെ ഉള്ളതാണ്, ഇത് മൂസയുടെ അർജുൻ വേണം. ഇവരുണ്ടെങ്കിൽ ഈ പടത്തിന്റെ രണ്ടാം ഭാഗത്ത് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്നോട് പറയും വേണം, നമുക്ക് കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് ക്രോഡീകരിച്ച് അതിനിടയ്ക്ക് നമുക്ക് അഭിനയിക്കണ്ടേ, സമയമുണ്ടോ? അപ്പൊ അതിടെ ദിലീപ് പറഞ്ഞല്ലോ ഡയറക്ടറെ കിട്ടുന്നില്ല, ഡയറക്ടർ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞ എന്നെ കളയാ. കുറെ അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയായിരുന്നല്ലോ അല്ലേ? എനിക്കൊന്ന് ജോണി ഇപ്പം എങ്ങനെയാ ലൊക്കേഷൻ നിലം തൊടാതെ ഓടിക്കൊണ്ടിരിക്കുകയാണോ അഭിനയത്തിന്റെ കാര്യത്തിൽ? ഞാൻ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഡേറ്റ് ചാർട്ട് ചെയ്ത് അത്യാവശ്യം പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. ഈ താങ്കളുടെ മുഖമൊക്കെ പരിചിതമായി തുടങ്ങി, താങ്കൾ അറിയപ്പെട്ട നടനായി, അതിനുശേഷം ഈ വീട്ടിൽ വന്നൊരു മാറ്റം എന്തുവാ? പിള്ളേർ അഭിനയൊക്കെ തുടങ്ങി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഭരണ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സിനിമ അനൂപ് സത്യന്റെ ഇറങ്ങി, ഞങ്ങൾ ഒന്നിച്ച് സിനിമ കാണാൻ തിയേറ്ററിൽ കയറുന്നു. അപ്പൊ എന്നെ കാണുമ്പോൾ ചിരി കൈയടി. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ മുഖത്തോട്ട് നോക്കിയപ്പോ പിള്ളേർ എന്നെ ഒരു പ്രതീക്ഷയോടെ ഇയാളെ കൊണ്ട് ചിലപ്പോൾ ചിലതൊക്കെ നടക്കുമായിരിക്കും എന്നുള്ളൊരു സത്യം ഒരു പ്രതീക്ഷ, അപ്പൻ മിക്കവാറും ഞങ്ങൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അത് വലിയ കാര്യമല്ലേ സാർ? ഓക്കെ. അല്ല, അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇപ്പം നടന്മാരെ ഒപ്പിച്ചു കൊടുക്കുന്ന പണികൾ കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് സാറിന്റെ മക്കൾക്കും വരും. മാത്രമല്ല അല്ല, നമ്മളൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് ഫോണിൽ വിളിച്ച് സുഹൃത്തുക്കളെ ചോദിക്കുന്നത്, നമുക്ക് 2 ദിവസമൊക്കെ ലാലിന് നിന്ന് കിട്ടുമോ? അതിപ്പോ എവിടെയാ ഉള്ളത്? അപ്പൊ ഇവരുടെ ധാരണ അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അദ്ദേഹം അങ്ങ് എത്തുന്നതാണ്. അതൊരു താങ്കളോട് മമ്മൂട്ടിയൊക്കെ ചോദിക്കാറുണ്ടോ അല്ലേ? അല്ല, അവർ ചോദിക്കാറുണ്ട്. ഞാനൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബാർബർ പാലിന്റെ അവസ്ഥ വരും നമുക്ക്. അതായത് നിങ്ങൾ വലിയ എളുപ്പമില്ലേ, കൊണ്ടുവന്നാൽ എന്നെ കുഴപ്പമെന്ന് ചോദിക്കും. ഈ നമുക്ക് ആദ്യമാകും, കാരണം പിള്ളേരുടെ നിലനിൽപ്പാവും, പിള്ളേർ പറയും പ്രസ്റ്റീജ് ആവും. അപ്പൊ അങ്ങനെ ഒരുപാട് അവസ്ഥ. പിന്നെ ഞാൻ ചിലർക്കൊക്കെ ഞാൻ രക്ഷപ്പെട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ പിന്നെ ഇവരുടെ സ്കൂളുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവരൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും, December 21. അല്ലാതെ നമ്മുടെ സൗകര്യത്തിനല്ല, വേണേ വന്നോണം ആ സമയത്ത്, അല്ലെ കൊണ്ടുവന്നോണം. അതൊക്കെ ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ച് ഞാൻ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു, ഇവ പണിയൊന്നും നടക്കില്ല. പിന്നെ പിള്ളേർ ഇപ്പോൾ ഒരുവിധം ക്ലാസ് കഴിഞ്ഞു അല്ലേ? അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം വല്ലതും കണ്ടായിരുന്നു, ഇങ്ങനെ കാണാൻ ചോദിച്ചോ? അയ്യോ, പിന്നെ തീർച്ചയായിട്ടും ഞാൻ സുരേഷ് ഏട്ടൻ എനിക്ക് ഇതായിട്ട് പറഞ്ഞില്ല, ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം എൻ്റെ കല്യാണത്തിന് ഞാൻ ഈ സിനിമയിൽ നിന്നാണോ തൃശ്ശൂർ എടുക്കാന്ന് വന്നത്? തൃശ്ശൂർ എടുക്കുക എന്നുള്ള പുള്ളിയുടെ ഇതായിരുന്നു. അപ്പൊ ഇത് ഈ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് അനൂപിനോട് ഞാൻ പറഞ്ഞു, അനൂപേ പുള്ളിക്കെതിരെ ഭയങ്കര ട്രോളെന്നൊരു സംഭവം നടക്കുന്നുണ്ട്, അത് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ ആ ട്രോളൊന്ന് മാറും. ഞാൻ അനൂപിനോട് ഞാൻ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും കിട്ടണം. പക്ഷെ അനൂപ് ഭയങ്കര മിടുക്കനാണ്. അനൂപ് കൃത്യമായിട്ട് ഈ വിളക്കിന്റെ സീക്വൻസ് അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഈ എന്തെങ്കിലും എടുക്കണമല്ലോ, അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് ഈ സീന് വന്നു. ഈ സിറ്റുവേഷൻ സമയത്താണ് ഈ സുരേഷ് ചേട്ടൻ ഇങ്ങനെ അറിയുന്നത്, ഈ ഡയലോഗാണ്. അപ്പൊ അനൂപാണ് വളരെ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഒരിക്കലും ഈ നയം ഇച്ചിരി കുറവുള്ള ആളാണ്. മകനാ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നയമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് ചേട്ടനായിട്ട് തന്നെ ട്രോള് നമ്മൾ ഇത് ചെയ്താൽ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ പുള്ളി അനുകരിക്കാൻ നിന്നില്ല. ഞാൻ ഈ പറഞ്ഞ നോർമലായിട്ട് ഈ രീതിയിൽ അങ്ങ് പറഞ്ഞു. പക്ഷേ ഡയലോഗ് തന്നെയാണല്ലോ പുള്ളി പറഞ്ഞാൽ ഓഡിയൻസ് അറിയാം. പക്ഷേ എനിക്കിതിനകത്ത് ഏറ്റവും സന്തോഷം, ഞാനിത് പറയുമ്പോൾ പുള്ളി ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ, അതിലെല്ലാം പോയി. അത് എന്ത് രസമായിട്ടാണ് പുള്ളി ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാൻ സാറ് ചോദിച്ചാൽ കണ്ടു, കേന്ദ്രമന്ത്രിയാണ്, ട്രൈപ്പൻഡ കോഴിക്കോട്. അപ്പൊ ഞാൻ അവിടെ താമസിക്കും, ഒരു പടത്തിന് ഹാലിൽ നിന്ന് പടത്തിന് ഷൂട്ടിങ്ങുമായിട്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ 6, 7, 8 മണിയായി. അപ്പോൾ കുറെ പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഏട്ടൻ ഇന്ന് ഇവിടെ താമസം, നാളെ പുള്ളി എന്തോ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10:45 വരാം. അപ്പോൾ ഞാൻ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് താഴെ ഇറങ്ങി നിന്ന് പുള്ളിയുടെ വരെ വന്നു. എല്ലാവരും ബൊക്കെ കൊടുത്ത് സ്വീകരിക്കും. അപ്പോൾ ഞാൻ മാറി നിൽക്കുക, എന്നെ കണ്ടു, എന്നാടാ? അപ്പോൾ ഞാൻ ഓടി ചെന്നു കെട്ടിപ്പിടിച്ചതിന് ഉമ്മയൊക്കെ കൊടുത്തേക്ക്. കാരണം ഇത് ചേട്ടൻ ആദ്യം കുറേ നാളിന് ശേഷം കാണുക. അപ്പം എന്നോട് പറഞ്ഞു, ബാ നമുക്ക് റൂമിലോട്ട് പോകാം എന്നിട്ട് എന്നെ വിളിച്ച് റൂമിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ചേട്ടാ നീ കയറേ, അങ്ങനെ ലിഫ്റ്റൊക്കെ കയറ്റുന്നു. അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ കുറച്ച് ആളുകളൊക്കെ വന്നു, എല്ലാം വളരെ സീനിയറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ചേട്ടാ എന്നാൽ ഞാൻ അങ്ങോട്ട്, നീ അവിടെ ഇരിക്കേ, അവിടെ ഇരുത്തുന്നു. അപ്പോൾ ഇവരെന്തൊക്കെയോ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ വേറൊരാളോടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നിൽക്കടാ, ഞാൻ പാരഗണിൽ നിന്ന് ഫുഡ് പറഞ്ഞിട്ടുണ്ട്, നോൺ കഴിക്കാൻ പറ്റില്ല, വെയിറ്റ് അമ്പലത്തിൽ പോകണം, മാങ്ങാക്കറിയും നല്ല പാലപ്പം വരും കഴിച്ചിട്ട് പോകാം.
അങ്ങനെ അപ്പം ഞാൻ അപ്പം എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ഒരു വല്ലായിക അപ്പം ഞാൻ ഇല്ല ചേട്ടാ ചേട്ടനിപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ അല്ലേ എടാ അതിനെന്താ എനിക്കൊരു മാറ്റമൊന്നുമില്ല. ഓ അല്ല അത് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ അതും കൂടെ അങ്ങോട്ട് സാധിച്ചു. എന്താടാ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ഭക്ഷണം കഴിക്കണം അവസരം കിട്ടി. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും സുരേഷ് ചേട്ടൻ. എന്തോ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? എന്റെ കല്യാണം പറഞ്ഞില്ല. അങ്ങനെ 19ാമത്തെ പെണ്ണ് കണ്ട് കിട്ടിയ കല്യാണം. നാട്ടിലൊന്നും നമ്മളെ കുറിച്ച് അത്ര സിനിമാക്കാരനാണെന്നറിയാം. അങ്ങനെ വലിയ സുരേഷ് ചേട്ടൻ കല്യാണത്തിന് വന്നു. ആ കാലത്ത് അന്ന് ഞാനിപ്പോഴും ഉണ്ട്. പുള്ളിയുടെ ബെൻസ് അന്ന് എന്താ റിപ്പയറിന് കയറ്റുക. പുള്ളി അവിടുന്ന് ടാക്സി എടുത്തു വന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൊച്ചിന് ക്യാൻസർ വന്ന സമയത്ത് പിന്നെ പ്രധാനമന്ത്രിയുടെ ചെന്ന് കൊടുത്ത് 2 ആഴ്ചക്കുള്ളിൽ 3 ലക്ഷം രൂപ ഒരു പാർട്ടി നോക്കിയല്ല, ഒരിതും നോക്കിയല്ല. അല്ല ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അല്ല അങ്ങനത്തെ ഒരാള് നമ്മുടെ ഒരു പരിചയത്തിലുണ്ടെന്ന് പറഞ്ഞ വലിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നടനായി നിൽക്കും, മറ്റൊരു നടൻ കേന്ദ്രമന്ത്രിയാകുന്നു, അദ്ദേഹത്തോടെ പാരകളിലെ നല്ല അപ്പം കഴിക്കുന്നു. ചെറിയ കാര്യമല്ലല്ലോ.